കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ലൈസൻസ് ഇല്ലാതെയും അപകടകരമായും ഇരുചക്ര വാഹനങ്ങളുമായി സ്കൂളുകളിലെത്തുന്ന വിദ്യാർത്ഥികളെ തടയാൻ പെരിന്തൽമണ്ണ പോലീസ് 2 ദിവസമായി നടത്തിയ പരിശോധനയിലാണ് 40ഓളം ബൈക്കുകൾ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലയിൽ മുഴുവനായി നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും പരിശോധന നടന്നത്. 15 മുതൽ 17 വയസ്സുവരെയുള്ള പ്രായക്കാർ ഓടിച്ച 5 ബൈക്കുകളും പിടികൂടി. ഇതിന് രക്ഷിതാക്കൾക്കെതിരെ കേസെടുത്ത് വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകി. പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് 30,000 രൂപ വരെയാണ് ഓരോരുത്തർക്കും പിഴയിട്ടത്. ബാക്കിയുള്ളവർ 18 തികഞ്ഞവരാണ്. ഇവർക്ക് ലൈസൻസ് ഇല്ലാത്തതിനും പിഴ ചുമത്തി. വീട്ടുകാരറിയാതെയും മറ്റും ഇരുചക്ര വാഹനങ്ങളുമായി എത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നത് സംബന്ധിച്ച് രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി പോലീസ് ബോധവൽക്കരണം നടത്തി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിൽ പെരിന്തൽമണ്ണ, താഴേക്കോട്, ആനമങ്ങാട്, അങ്ങാടിപ്പുറം, പരിയാപുരം തുടങ്ങിയ വിവിധ സ്കൂൾ പരിസരങ്ങളിലാണ് പരിശോധന നടത്തിയത്. പെരിന്തൽമണ്ണ SHO സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായാണ് പരിശോധന നടന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പലപ്പോഴായി സംഭവിച്ച അടിപിടികളിൽ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികളുടെ പങ്കും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും വീട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും വരെ ഇവയുടെ പേരിൽ തർക്കത്തിനിടയാവാറുമുണ്ട്. സ്കൂളുകളിലേക്ക് ലൈസൻസ് ഇല്ലാത്തവർ വാഹനവുമായി എത്തി സ്കൂളിന് സമീപം വീടുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നത് കണ്ടാൽ വീട്ടുകാർക്കെതിരെയും നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.